ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായുണ്ട്. ഷഹീദ, ഏതൊക്കെ മേഖലകളിലാണ് മേൽനോട്ടം ഉണ്ടാകുന്നത്? എന്തെങ്കിലും പ്രത്യേക യോഗമോ കൂടിക്കാഴ്ചയോ ക്രമീകരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും ആശുപത്രിയിൽ സജ്ജീകരിക്കുന്ന ഐസൊലേഷൻ വാർഡ് അതിന്റെ ഒരുക്കങ്ങൾ നിരീക്ഷിക്കാനാണ് മന്ത്രി എത്തിയത്. കോളേജ് പ്രിൻസിപ്പലുമായി അവർ പ്രാഥമികമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ ഐസൊലേഷൻ വാർഡ് നിൽക്കുന്ന ഭാഗത്ത് ഐസൊലേഷൻ വാർഡിൽ സന്ദർശനം നടത്തുകയാണ്. പ്രധാനമായും സമ്പർക്ക പട്ടികയിലുള്ള അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെയാണ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇത് നിരീക്ഷിക്കാനാണ് മന്ത്രി എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 2018 നിപ്പ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡ് സജ്ജീകരിച്ച് പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് പോയിരുന്നു. രോഗവ്യാപനം തടയുന്നതിന് വലിയ രീതിയിൽ ഫലപ്രദമായി ഐസൊലേഷൻ സംവിധാനം ഒരുക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വഴിയായിരുന്നു, ഒരു സഹായകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഐസൊലേഷൻ വാർഡിലെ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അത് എത്രത്തോളം ജാഗ്രതയോടുകൂടി നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിർബന്ധ ബുദ്ധി എടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കാൻ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അതായത് ഐസൊലേഷൻ വാർഡിലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ്. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്ഥിരീകരണം വന്ന ശേഷം മാത്രമായിരിക്കും ഇത് ഔദ്യോഗികമായി തുറന്ന് പ്രവർത്തിക്കുക. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ മന്ത്രി എത്തി സന്ദർശനം നടത്തുന്നത്. അതിനുശേഷം എപ്പോഴത്തേക്ക് ഫലം വരുമെന്നാണ് അറിയിപ്പ്? വൈകിട്ടോടുകൂടി വരുമെന്നാണ് നേരത്തെ മന്ത്രിയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ അറിയിച്ചിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അത് ഒരുപക്ഷെ രാത്രിയാകാനും സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് തന്നെ എത്തും, വിവരം ലഭിക്കുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അതായത് ഈ ഔദ്യോഗികമായി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്ഥിരീകരണം ഉണ്ടായാൽ മാത്രമേ ഒരു നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കാത്തു നിൽക്കുകയാണ്. അത് രാത്രിയോടുകൂടി, അതായത് ഇന്ന് രാത്രിയോടുകൂടി ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ ഒരുക്കങ്ങൾ നടക്കുന്ന ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങുക. അതിന് മുന്നോട്ട് പക്ഷേ ഈ വൈറസിന്റെ പൂനെയിലെ ഫലം കാത്തു നിൽക്കുന്നതിന് മുന്നോടിയായി തന്നെ ഒരുക്കങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഒരുക്കങ്ങൾ നടക്കുന്നതും ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇക്കാര്യങ്ങൾ നേരിട്ട് സന്ദർശനം നടത്തി ഉറപ്പുവരുത്തുന്നതും. ശരി, പി വി ശാലിനി, മുഹമ്മദ് ഷഹീദുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തുകയുമാണ്.